നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. PV അൻവർ UDFന്റെ അസറ്റെന്ന് കെ സുധാകരൻ MP. ഇടഞ്ഞതല്ല, സ്വാഭാവിക നീരസം മാത്രമാണ് അൻവറിന്. ഒന്നിച്ച് സഹകരിക്കുമെന്നും സുധാകരൻ. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ UDFനെ ബാധിക്കില്ലെന്നും KS. മഴയിൽ കുതിർന്ന് കണ്ണൂർ. വ്യാപക നാശനഷ്ടം. കക്കാട് പുഴ കരകവിഞ്ഞു. റോഡുകളിൽ വെള്ളം കയറി. ചക്കരക്കല്ലിൽ കുന്നിടിഞ്ഞു. പുതുവാച്ചേരിയിൽ മതിലിടിഞ്ഞും അപകടം. വരും ദിവസം മഴ തീവ്രമാകും. നെഹ്റുവിനെ അനുസ്മരിച്ച് രാഷ്ട്രം. DCCയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി. സെമിനാറിൽ സംസാരിച്ചു പ്രമുഖർ. നെഹ്റുവിന്റെ സ്മൃതിക്ക് ഇന്ന് 61 ആണ്ട്. വാർത്തകൾ വിശദമായി. PV അൻവർ UDFുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അൻവറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട്. അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല. UDFുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. അൻവർ ഇടഞ്ഞിട്ടില്ല. ആവശ്യം അംഗീകരിക്കാത്തതിലെ നീരസം സ്വാഭാവികമാണെന്നും അൻവർ ഒറ്റക്ക് മത്സരിച്ചാലും UDFനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു. എന്നാൽ അത് UDFുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല. തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു. അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കി മറിക്കുന്ന ഒന്നാണ്. ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത്. ഷൗക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദ് നൽകുന്നതിന് തുല്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരായ രണ്ടേറെ തീരുമാനമെടുത്തു. പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നീരസം വന്നു. അത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തെ ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത ഞാനത് അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഡീറ്റെയിലായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ, കോൺഗ്രസും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞങ്ങൾ എല്ലാവരുടെ പുറകിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അൻവറും അതിൽ നിന്ന് പുറകോട്ടല്ല. അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ? അവൻ വേണം, ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ? അത് സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികതയിൽ ഒന്നെല്ലാം നടത്താൻ പറ്റുള്ളൂ. അത് നടത്തി കഴിഞ്ഞു. പാർട്ടി എല്ലാ നേതാക്കന്മാരും ഐകകണ്ഠ്യനെടുത്ത തീരുമാനമാണ്. അൻവർ UDF മുന്നണിയുടെ ഭാഗമാകും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് കെ സുധാകരൻ പറഞ്ഞു. അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും UDFനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂർ വളപട്ടണം പാലത്തിൽ വാഹനമിടിച്ച് പരിക്കേറ്റ യുവാവിന് ദാരുണാന്ത്യം. പാപ്പിനിശ്ശേരി ഈന്തോട് ഐശ്വര്യ നിവാസിലെ അഷിനാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ഈന്തോട് വായനശാലക്ക് സമീപത്തേക്ക് പവിത്രന്റെയും ഉഷാട്ടിയുടെയും മകനാണ്. കണ്ണൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. അഷിനെ ഇടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ITI പഠിച്ചിറങ്ങിയവർക്കായി തൊഴിലവസരം നൽകുന്ന ഉദ്ദേശത്തോടെ ജില്ലയിൽ തൊഴിൽമേള സ്പെക്ട്രം 2025 സംഘടിപ്പിക്കുന്നു. മെയ് 28, 29 തീയതികളിൽ ITIയിൽ വെച്ച് നടക്കുന്ന തൊഴിൽമേള കാലത്ത് 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. 2025 മെയ് 28 രാവിലെ 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ശ്രീ ബിജോയ് തയ്യലിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി KK അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള 70ഓളം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ DWS കണക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മുൻകൂട്ടി ചെയ്തവർക്കാണ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഓൾറെഡി കമ്പനികളും DWS പോർട്ടൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഏതാണ്ട് 70ഓളം കമ്പനികളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് 2000 കുട്ടികൾ ഇപ്പം നിലവിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഓൾറെഡി NTC കഴിഞ്ഞ കുട്ടികൾ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്കും പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ NAC ഉള്ള കുട്ടികൾക്കും പങ്കെടുക്കാം.
കേരളത്തിനകത്തും പുറത്തുമായുള്ള 70ഓളം പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും. ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8089238825 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ MA, വൈസ് പ്രിൻസിപ്പൽ വത്സൻ AP, ട്രെയിനിംഗ് ഇൻസ്പെക്ടർ KV സന്തോഷ് കുമാർ, ട്രെയിനിംഗ് ഓഫീസർ നൌഷാദ് AP, സ്റ്റാഫ് സെക്രട്ടറി ആന്റണി ഗോഡ്വിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറികൾക്ക് നൽകുന്ന കമ്പ്യൂട്ടറുകളുടെയും പുസ്തകങ്ങളുടെയും വിതരണോദ്ഘാടനവും വായനശാലകളും സാമൂഹ്യ ഇടപെടലുകളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൃത്രിമ ബുദ്ധി എത്ര തന്നെ വികസിച്ചാലും ലോകത്തിന് മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വായനയ്ക്കും ആ പ്രത്യേകതയുണ്ട്. വായന എല്ലാം ഒരു ഏറ്റവും ഘടനാപരമായി വളരെ കൃത്യമായിട്ട് തയ്യാറാക്കിയ ഒരു സാധനം, അത് സിനിമയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും തകരാതെ നിൽക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ആർട്ടും കൾച്ചറും സ്പോർട്സും ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം എങ്ങനെ സ്പോർട്സിന്റെ കാര്യത്തിനകത്ത് തയ്യാറാക്കിയാലും ഓരോ ബോളും അടിക്കുന്ന ഫുട്ബോളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോർവേഡ്, പിടിക്കാൻ പോകുന്ന ഗോളി, ഒരു ബോൾ ബൗൾ ചെയ്യുന്ന ബൗളറും ബാറ്റ്സ്മാനും, ഒരു പെയിന്റിങ്ങിനകത്ത് പ്രത്യേകത കാണിക്കുന്നത്, എഴുത്തിനകത്ത് പ്രത്യേകത കാണിക്കുന്നത്, ഇതൊക്കെ സാധാരണഗതി അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ലോകത്ത് വരുന്ന പുതിയ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ആളുകൾ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവയ്ക്കുള്ള കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. 20 കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കൂടാതെ 50-ലധികം വായനശാലകൾക്ക് 10,000 രൂപയിലധികം വില വരുന്ന പുസ്തകങ്ങളും നൽകി. മിഷന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയ്ക്കായി വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അതോടൊപ്പം വായനശാലകൾക്ക് ഷെൽഫുകളും ടേബിളുകളും വാങ്ങുന്നതിന് CSR ഫണ്ടായി 20 ലക്ഷം രൂപ SBI അനുവദിച്ചു. ഇതിന്റെ ചെക്ക് SBI കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നനിൽ നിന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ എന്നിവർ ഏറ്റുവാങ്ങി. ദി ഹിന്ദു ദിനപത്രത്തിന്റെ കുട്ടികൾക്കുള്ള പതിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, SBI കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നൻ, ദി ഹിന്ദു പത്രത്തിന്റെ കേരള മാർക്കറ്റിംഗ് ഹെഡ് സുരേഷ് പിള്ള, CP ഷാരോൺ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വായനശാലകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. PV അൻവർ UDFന്റെ അസറ്റെന്ന് K സുധാകരൻ MP. ഇടഞ്ഞതല്ല, സ്വാഭാവിക നീരസം മാത്രമാണ് അൻവറിന്. ഒന്നിച്ച് സഹകരിക്കുമെന്നും സുധാകരൻ. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ UDFനെ ബാധിക്കില്ലെന്നും KS. മഴയിൽ കുതിർന്ന് കണ്ണൂർ, വ്യാപക നാശനഷ്ടം. കക്കാട് പുഴ കര കവിഞ്ഞു, റോഡുകളിൽ വെള്ളം കയറി, ചക്കരക്കല്ലിൽ കുന്നിടിഞ്ഞു, പുതുവാച്ചേരിയിൽ മതിലിടിഞ്ഞും അപകടം. വരും ദിവസം മഴ തീവ്രമാകും. നെഹ്റുവിനെ അനുസ്മരിച്ച് രാഷ്ട്രം. DCCയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി. സെമിനാറിൽ സംസാരിച്ചു പ്രമുഖർ. നെഹ്റുവിന്റെ സ്മൃതിക്ക് ഇന്ന് 61 ആണ്ട്.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. കാർഷിക വിളകൾ ഉൾപ്പെടെ വൻ നാശത്തിലേക്ക്. കനത്ത മഴയിൽ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകി. റോഡും പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ചൊവ്വാഴ്ച പുലർച്ചെ പെയ്ത മഴയിലാണ് കക്കാട് പുഴ കരകവിഞ്ഞൊഴുകിയത്. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും മുടങ്ങി. വെള്ളം കയറിയത് അറിയാതെ ഇതുവഴി പോയ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളം കയറിയത് കാരണം പ്രവർത്തനം നിലച്ച് റോഡിൽ കുടുങ്ങി. തൊട്ടടുത്ത ഉപയോഗശൂന്യമായ സ്പോർട്സ് കൗൺസിലിന്റെ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിനടിയിലായി. കണ്ണൂരിൽ നിന്നും മുണ്ടിയാട് വഴി പോകുന്ന റോഡിൽ പലയിടങ്ങളിലും വെള്ളം കയറിയത് കാരണം സ്വകാര്യ ബസ് സർവീസും മുടങ്ങി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചക്കരക്കൽ ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് കുന്നിടിഞ്ഞ് സമീപത്തെ വീടുകൾ അപകടാവസ്ഥയിൽ. കുനിമ്മൽ കെ സുശീല, സഹോദരി കെ ശാന്ത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. നേരത്തെ മഴയിൽ ഇവിടെ കുന്നിടിച്ചൽ പതിവായിരുന്നു. ഇന്ന് രാവിലെ കനത്ത മഴയിൽ വീണ്ടും 25 അടിയോളം ഉയരത്തിൽ നിന്ന് കുന്നിടിയുകയായിരുന്നു. വീടിന് മുൻവശത്ത് വീട്ടുടമയുടെ ഉടമസ്ഥതയിൽ അശാസ്ത്രീയമായി കുന്നിടിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളും അപകട ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടയുടമകൾ പരാതിപ്പെട്ടു. ഇന്നലെ മിഞ്ഞാന്നും ഉണ്ടായ കനത്ത മഴയുടെ ഭാഗമായി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തുള്ള വലിയ കല്ലുകളും കിണറിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞു താഴുകയും അപ്പോൾ ഈ ബിൽഡിങ്ങിനെ സാരമായി ബാധിക്കുന്ന ഒരു കേസുമാണ്. കാരണം 10-20ഓളം ഷോപ്പുകൾ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. അതിനെ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ആവശ്യമായ നടപടികൾ പഞ്ചായത്തും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊളിഞ്ഞ ഭാഗം മഴ മാറിയാൽ ശക്തിപ്പെടുത്തുമെന്ന് വീടിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഉടമ കൂടിയായ കെ സുശീല പറഞ്ഞു. മഴ നിൽക്കാണ്ടിപ്പം നമുക്ക് ഇനി ഒരു വഴിയും ചെയ്യാൻ പറ്റൂല. ഇല്ലാതില്ല എന്താന്ന് പറഞ്ഞാൽ ചെയ്യും. എന്താന്ന് ചെയ്യാൻ പറ്റുക? അത് വടപ്പെട്ട കൂട്ടരോട് ആലോചിച്ചിട്ട് എന്ത് ചെയ്താലാണ് ഇതിനൊരു സുരക്ഷിത ഉണ്ടാവുക എന്നുള്ളത്. തുടരെയുള്ള ദുരിതപ്പെയ്ത്ത് മഴക്കെടുതിയിൽ വലഞ്ഞ ജനങ്ങൾ. പൊതുവാച്ചേരിയിൽ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ മതിൽ അടുത്ത വീടിന്റെ മുകളിലേക്ക് വീണ് അപകടം. പൊതുവാച്ചേരി പ്രജീഷിന്റെ വീടാണ് അപകട ഭീതിയിൽ നിൽക്കുന്നത്. ജില്ലയിൽ ഇന്നും കനത്ത മഴ തന്നെയാണ് തുടരുന്നത്. ഒപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. ജില്ലയിൽ പല ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. പ്രധാനമായും മരങ്ങൾ പൊട്ടിവീണും മതിലിടിഞ്ഞുമാണ് അപകടങ്ങൾ നടക്കുന്നത്. തുടർച്ചയായുള്ള മഴ കാരണം ചെങ്കുത്തായ സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചൽ രൂക്ഷമായി തുടരുന്നത്. മതിലിടിഞ്ഞു വീഴുന്നത് കാരണം തൊട്ടടുത്ത വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് ഇതിന് കാരണം. കണ്ണൂരിൽ കനത്ത മഴയാവും ഇനി രേഖപ്പെടുത്തുകയെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 4 ദിവസം അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. പുഴകൾ കരകവിഞ്ഞും വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ പൊതുജനങ്ങളാണ് ജാഗ്രത കാണിക്കേണ്ടതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഗ്രാമീണ മേഖലയിലും നിർമ്മിക്കാനായത് സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെയാണെന്ന് ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.86 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പൊക്കുണ്ട് കൂനം കൊളത്തൂർ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിൽ ഉള്ളതെന്ന് കേൾക്കാനായതും സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു. ടോൾ നൽകി ഉപയോഗിക്കുന്ന ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകൾ ടോളില്ലാതെ ഇവിടെ കാണുന്നത് സന്തോഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മലയാളിയായ അമേരിക്കൻ പൗരൻ പറഞ്ഞത്. രാജ്യതലസ്ഥാനത്ത് പോലും പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളാണുള്ളത്. അപ്പോഴും റോഡുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്കായി. മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ 1000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. 300 ഏക്കറിൽ സഫാരി പാർക്ക് പോലുള്ള പദ്ധതികൾ വരുന്നത് തൊഴിലന്വേഷിച്ച് ഇവിടെ എത്തുന്നവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനാകുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് 10 വർഷത്തിന് ശേഷം കേരളത്തിലൊക്കെ പഴയ കാലത്തായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ടോ റോഡുകളും സൗകര്യങ്ങളും?
അയാളെ പിന്നെ നമ്മുടെ പാർട്ടിക്കാരൊന്നും അല്ല, ഒരു സ്വഭാവമുള്ള ആളാണ്. നമ്മുടെ മണ്ഡലത്തിലെ കൊട്ടാരക്കര ബേസിക്കലി അവർ UDF ആണെന്ന് പറയാവുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പൊ നമ്മളായിട്ട് സഹകരിക്കുന്നത് നല്ല റോഡാണ്, ന്യൂയോർക്കിനേക്കാളും മെച്ചപ്പെട്ട റോഡാണ് എന്ന് ഇന്നലെ പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുക. അത് അതിശോക്തി ഞാൻ പറഞ്ഞതല്ല. അവിടുത്തെ മെയിൻ റോഡുകൾ കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ അത്ര വലിയ സിറ്റിയിലുള്ള റോഡിന് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല, 100 വർഷം പഴക്കമുള്ള പാലങ്ങൾക്ക് പോലും, ഉദാഹരണത്തിന് ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന 100 വർഷം പഴക്കമോ അതിലപ്പുറം പഴക്കമുള്ള പാലത്തിന് ഓരോ ടോളുണ്ട് ഇപ്പോഴും. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടോൾ വളരെ കുറവാണ്, ഉള്ളത് തന്നെ അതിന്റെ നിർമ്മാണത്തിന് ചെലവ് കഴിയുമ്പോൾ നിർത്തുമല്ലോ. അത്രയും നല്ലതാണെന്ന് മാത്രമല്ല, ലോകത്ത് ഏത് നഗരം എടുത്താലും ഉൾപ്രദേശങ്ങള്, പഞ്ചായത്തുകള്, ഗ്രാമപഞ്ചായത്തുകൾ, വാർഡുകളൊക്കെ പോകുന്ന വലിയ റോഡില്ല. ന്യൂഡൽഹിയിൽ ശിവദാസനും ഞാനും കുറെ കാലം SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റും DYFI പ്രസിഡന്റുമായിട്ടാണ് പ്രവർത്തിച്ചത്. ഒരു നാടിന്റെ വികസനം എന്നത് മികച്ച റോഡുകൾ കൂടിയാണെന്നും ദേശീയപാത 66ന്റെ വികസനം LDF സർക്കാർ വന്നതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച MV ഗോവിന്ദൻ മാസ്റ്റർ MLA പറഞ്ഞു. ദേശീയപാതയിൽ ചിലയിടത്ത് പ്രശ്നങ്ങളുള്ളത് നല്ലതാണെന്ന് ചിലർ കരുതുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവുമുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ദേശീയപാത പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മോഹനൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ഷനോജ്, N നാരായണൻ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP പ്രേമലത, KV നാരായണൻകുട്ടി, റോഡ് നിർമ്മാണ സഹായ കമ്മിറ്റി കൺവീനർ P മാധവൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TR സാം വിദ്യാനാഥ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി PK കുഞ്ഞിരാമൻ, TV നാരായണൻ, രമേശൻ ചെങ്ങുനി എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. പുല്ലുപ്പിക്കടവ് കൗസർ ഇംഗ്ലീഷ് സ്കൂൾ CBSE ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ എഹ്തിദ മുസഫിർ ഉദ്ഘാടനം ചെയ്തു. So take help from every single person you look up to, but be very careful when you choose. ഉപരിപഠനത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും ഭാവിയിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും അസിസ്റ്റന്റ് കളക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 10-12 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 നേടിയ മുഹമ്മദ് ഷിനാസ്, ആമിന മുബഷീർ, മുഹമ്മദ് ആദിബ്, അഫ്താജ് എന്നിവരോടൊപ്പം ഓരോ വിഷയത്തിലും 1ാം സ്ഥാനം നേടിയവരെയും സമ്മാനം നൽകി അനുമോദിച്ചു. 10ാം തരം വിദ്യാർത്ഥി സഹ്വ സിയാദിന്റെ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. സീനിയർ സെക്കൻഡറി വിഭാഗം മേധാവി റിഷാദ് സ്വാഗതം പറഞ്ഞു. കൗസർ ട്രസ്റ്റ് സെക്രട്ടറി VK ഖാലിദ് അധ്യക്ഷത വഹിച്ചു. മാനേജർ മുഹമ്മദ് നിസാർ, പ്രിൻസിപ്പൽ റഫീന, സെക്കൻഡറി വിഭാഗം മേധാവി സനൂജ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് അംഗം എഞ്ചിനീയർ ഇബ്രാഹിംകുട്ടി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സഹദ് നന്ദി പറഞ്ഞു. കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയും ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവന ദാതാക്കളായ റെഡ് ഹെൽത്ത് കമ്പനിയുമായി ചേർന്ന് കേരളത്തിൽ ആദ്യമായി സൗജന്യ റെഡ് ആംബുലൻസ് സേവനം തുടങ്ങി. മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗും കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും ചേർന്ന് റെഡ് ആംബുലൻസിന്റെ സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൾ ലഭിച്ചാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസിന്റെ സേവനം സൗജന്യമായി ലഭിക്കുമെന്ന് ആശുപത്രി CEO ഫർഹാൻ യാസിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച മെഡിൽ ടീമോട് കൂടിയ ആംബുലൻസിൽ വെച്ച് രോഗിക്ക് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അടിയന്തര ചികിത്സ നൽകാൻ കഴിയുമെന്ന് ആശുപത്രി CEO ഫർഹാൻ യാസിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പേഷ്യന്റിനെ പെരിഫറിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എമർജൻസീസ് ഫസ്റ്റ് കോൾ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അപ്പം തൊട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ആംബുലൻസിലുള്ള ഒരു സ്റ്റാഫ്, EMT സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ വേണ്ട കേസാണെങ്കിൽ ഡോക്ടർ, ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. റിയൽ ടൈം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിന് കാണാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എന്താ വേണ്ടതെന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമുക്കിത് GPS ട്രാക്ക് ചെയ്യാൻ പറ്റും ആംബുലൻസിൻ്റെ മൂവ്മെൻറ്റ്. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർജിക്കൽ കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഡിലേ തിയേറ്റർ റെഡിയാക്കി വെക്കാൻ പറ്റും. കാത്ത് ലാബ് ആണെന്നുണ്ടെങ്കിൽ ഒരു എലക്റ്റീവ് കേസ്, ആ സമയത്തൊരു എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് ഒരു എമർജൻസി കാത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും ഡിലേ ഇല്ലാതെ ഡയറക്റ്റ്ലി പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും
ആ ഹാർട്ട് മസിൽസ് നശിച്ചുകൊണ്ടിരിക്കുക, ബ്ലഡ് സപ്ലൈ എത്താതെ. എത്ര നേരത്തെ തുറന്നു കൊടുക്കുന്നു അത്രയും നല്ലതാണ് പേഷ്യൻ്റെ റിക്കവറി ഔട്ട്കം. അപ്പോൾ ഔട്ട്കം എങ്ങനെ കൂട്ടാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ അസോസിയേഷൻ തുടങ്ങുന്നത്. രാജ്യത്തെ 10,000-ലധികം ആംബുലൻസുകൾക്ക് സേവനം നൽകുന്ന റെഡ് ഹെൽത്ത് കമ്പനിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡ്, റെയിൽ, എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് മികച്ച ആംബുലൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത് എന്നും കോൾ ലഭിച്ചാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസിന്റെ സേവനം സൗജന്യമായാണെന്നും അദ്ദേഹം അറിയിച്ചു. 24 മണിക്കൂറും ഈ സൗജന്യ സേവനം ലഭ്യമാകും. ഇന്ത്യയിൽ 10,000-ലധികം ആംബുലൻസുകൾക്ക് സേവനം നൽകുന്ന റെഡ് ഹെൽത്ത് കമ്പനിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡ്, റെയിൽ, എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് ഏറ്റവും മികച്ച സേവനം നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത്. 8590017050 എന്ന നമ്പറിൽ സേവനം വേണ്ടവർ വിളിക്കണം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ ദിൽഷാദ്, തൗസീഫ്, അഭിറാം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തിൽ DCCയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി എന്ന സെമിനാറിൽ മുൻ MLA പ്രൊഫസർ AD മുസ്തഫ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ PP ബാലൻ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ഇന്ത്യ രാജ്യം അതിനളന്ന് തന്നെ ഞാൻ വിലക്ക് വാങ്ങിച്ചുകൊള്ളാം. അത്ര വലിയ ദിനാഢ്യനായ ഒരു മോത്തിലാൽ നെഹ്റു, അവസാനം ഈ ആനന്ദ ഭവനും പണ്ഡിറ്റ് രാമസ്യമൂർത്തി ഭവനും ഒക്കെ എന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ രാജ്യം നിലനിൽക്കുന്നത് അദ്ദേഹം നടത്തിയ ധീരോദാത്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മക്കൾ സഞ്ജയ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ വിരുദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ആ മഹാനായ നേതാവിന്റെ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, റിജുൽ മാക്കുറ്റി, K പ്രമോദ്, മനോജ് കുവേരി, സുരേഷ് ബാബു എളയാവൂർ, T ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, CT ഗിരിജ, MP വേലായുധൻ, ശ്രീജ മഠത്തിൽ, നൌഷാദ് ബ്ലാത്തൂർ, കായക്കുൾ രാഹുൽ, കൂക്കിരി രാഗേഷ്, CM ഗോപിനാഥ്, കല്ലിക്കോടൻ രാഗേഷ്, K ഉഷാകുമാരി, NR മായിൻ, P അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെമ്പുപാത്ര സമർപ്പണം നടന്നു. സ്ത്രീശക്തി മയിൽപ്പീലി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അമ്പലത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള ചെമ്പുപാത്രങ്ങൾ സമർപ്പിച്ചത്. നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയരാജയുടെയും ദേവസ്വം മാനേജർ സുരേഷ് വർമ്മയുടെയും സാന്നിധ്യത്തിൽ കാലത്ത് ഉച്ചപൂജയ്ക്ക് ശേഷം പാത്രങ്ങൾ തിരുനടയിൽ സമർപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ തദവസരത്തിൽ സന്നിഹിതരായി. 122 നെയ്വിളക്കുകളും കഴിഞ്ഞ ജനുവരിയിൽ മയിൽപ്പീലി കൂട്ടായ്മ സമർപ്പിക്കുകയുണ്ടായി. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്ററിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി ദിന മഹോത്സവം ശ്രീ കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ മുറ്റത്ത് വൃക്ഷത്തൈകൾ വച്ച് പിടിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. ഒയിസ്ക ജില്ലാ പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാരണം നാം അധിവസിക്കുന്ന ഭൂമിയും ഇവിടെയുള്ള പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും പ്രകൃതിയും ഒക്കെ നമുക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി അനുഭവിക്കാനുള്ളത് ആണ് എന്നുള്ള ബോധമാണ് നാം കാത്തുസൂക്ഷിക്കേണ്ടത്. ഈ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് നാം ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത എന്നുള്ളത് വളരെ പരമപ്രധാനമാകുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ കക്കോത്ത് ഭഗവതി ക്ഷേത്ര പരിസരം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ അനുയോജ്യകരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ മനുഷ്യൻ്റെ ഇടപെടലുകൾ യാതൊരു തരത്തിലും പ്രകൃതിക്ക് കോട്ടം തരാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനം മേഖലയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാട്. കക്കോത്ത് വിനോദ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് 100ഓളം പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. ക്ഷേത്രം എംബ്രാൻ അനിൽകുമാർ കക്കോത്ത്, രാമചന്ദ്രൻ ഇരുവേലി, വത്സൻ കക്കോത്ത്, ഒയിസ്ക മമ്പറം ചാപ്റ്റർ സെക്രട്ടറി N രമേശൻ, ഒയിസ്ക സ്റ്റേറ്റ് പ്രതിനിധി നരേന്ദ്രൻ മാസ്റ്റർ, മമ്പറം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് അജിത് വേലാണ്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഒയിസ്ക ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിനോദ് ചന്ദ്രൻ മാസ്റ്ററെ മമ്പറം ചാപ്റ്ററിനു വേണ്ടി ക്ഷേത്രം എംബ്രാൻ ആദരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇന്ത്യയിലെ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ കോച്ചസ് കണ്ണൂരിലെ അൺസംഗ് ഫുട്ബോൾ കോച്ചുമാരെ ആദരിച്ചു. സർട്ടിഫിക്കറ്റും മൊമെന്റവും പൊന്നാടിയും അണിയിച്ചായിരുന്നു ആദരവ് നൽകിയത്. ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ കോച്ചസ് ഇൻ ഇന്ത്യ എന്ന ഈ സംഘടന വളരെ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. എന്താ വെച്ചാൽ കുറച്ച് ഇന്ത്യയിലൊട്ടാകെ പല കോച്ചസ്മാരും
അവരുടെ നിസ്വാർത്ഥ സേവനം കൊണ്ട് ഫുട്ബോളിന് വേണ്ടി പലതും ചെയ്തു. പക്ഷേ അവരൊക്കെ എന്താ പറയുക, ആ ഒരു നിലവാരത്തിൽ എത്തുവാനുള്ള അവസരം കിട്ടിയില്ല. അതുകൂടാതെ അവർക്കൊന്നും ഒരു ആദരവോ അവർക്ക് കിട്ടേണ്ടതായ ആദരവോ കിട്ടിയില്ല. അതിനുവേണ്ടി അങ്ങനെയുള്ള അൺസങ് കോച്ചസ്, അൺസങ് ഗുരൂസിനെ തിരഞ്ഞുപിടിച്ച് അവരെ ആദരിക്കുക എന്ന മെയിൻ ഉദ്ദേശമാണ് ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ കോച്ചസ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അതുകൂടാതെ FFCI ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ത്രൂ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അൺസങ് ഗുരൂസിന്, കോച്ചസിന് ഒരു മിതമായ ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ള കാര്യവും വരുന്നുണ്ടല്ലേ. ഇന്ത്യയിലെ ഫെഡറേഷൻ ഓഫ് കോച്ചസിന്റെ വൈസ് പ്രസിഡന്റ് KK സതീശൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് VP പവിത്രൻ എന്നിവർ ചേർന്ന് കണ്ണൂരിലെ അൺസങ് കോച്ചുമാരായ അൽഫോൻസ M, ധനഞ്ജയൻ MK, രഘുത്തമൻ V എന്നിവരെ സർട്ടിഫിക്കറ്റും മൊമന്റവും പൊന്നാടയും അണിയിച്ചും ആദരിച്ചു. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഹോണറി പ്രസിഡന്റ് C സഹദ് അധ്യക്ഷത വഹിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിക്കോളാസ് MA ഡിസ്ട്രിക്ട് സ്പോർട്സ് ഓഫീസർ സ്വാഗതവും പ്രശാന്ത് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പെരുമഴയിൽ തോട്ടടയിൽ പുതിയൊരു അതിഥി. രാവിലെ കനത്ത മഴയ്ക്കിടയിലാണ് തോട്ടടയിലെ വിനോദൻ അമൃത ദമ്പതികളുടെ വീട്ടിൽ ഉടുമ്പ് കയറിയത്. വലിപ്പം കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഉടുമ്പ്. ആളനക്കം കേട്ടപ്പോൾ ഉടുമ്പ് കാട്ടിലേക്ക് മറഞ്ഞു. തോട്ടട കിഴുന്ന ഭാഗങ്ങളിൽ കുറച്ച് കാലങ്ങളിലായി ഉടുമ്പ് ശല്യമുണ്ട്. ആളുകളെ കാണുമ്പോൾ തൊട്ടടുത്ത കാടുകളിലേക്ക് കയറി പോകുകയാണ് ഇവയുടെ രീതി. സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,995, പവന് 71,960 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവർ UDFന്റെ അസറ്റെന്ന് K സുധാകരൻ MP. ഇടഞ്ഞതല്ല, സ്വാഭാവിക നീരസം മാത്രമാണ് അൻവറിന്. ഒന്നിച്ച് സഹകരിക്കുമെന്നും സുധാകരൻ. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ UDFനെ ബാധിക്കില്ലെന്നും KS. മഴയിൽ കുതിർന്ന് കണ്ണൂർ, വ്യാപക നാശനഷ്ടം. കക്കാട് പുഴ കരകവിഞ്ഞു, റോഡുകളിൽ വെള്ളം കയറി, ചക്കരക്കല്ലിൽ കുന്നിടിഞ്ഞു, പുതുവാച്ചേരിയിൽ മതിലിടിഞ്ഞും അപകടം. വരും ദിവസം മഴ തീവ്രമാകും. നെഹ്റുവിനെ അനുസ്മരിച്ച് രാഷ്ട്രം. DCCയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി. സെമിനാറിൽ സംസാരിച്ചു പ്രമുഖർ. നെഹ്റുവിന്റെ സ്മൃതിക്ക് ഇന്ന് 61 ആണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.